പള്ളുരുത്തി സന്മാർഗോദയ റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ 75-ാം വാർഷികം ഡോക്ടർ സുനിൽ പി ഇളയിടം ഉദ്ഘാടനം ചെയ്തു. കൊച്ചി എംഎൽഎ KJ മാക്സി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ ഗുരുവും ഗാന്ധിയും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. 1980-ൽ സ്ഥാപിതമായ പള്ളുരുത്തി സന്മാർഗോദയ റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ 75-ാം വാർഷികം ഡോക്ടർ സുനിൽ പി ഇളയിടം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിലെ വളരെ സവിശേഷമായ ഒരു സ്വഭാവം നമ്മുടെ ഗ്രന്ഥശാലകൾ കേവലം ഗ്രന്ഥാലയങ്ങളായിട്ടല്ല അവിടെ നിലനിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു പോന്നിട്ടുള്ളത് എന്ന കാര്യമാണ്. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇന്ത്യയിൽ തന്നെ ഗ്രന്ഥശാലകളുടെ എണ്ണത്തിൽ വലിയ രീതിയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ് കേരളം. ഗ്രന്ഥശാല സംഘത്തിൽ രജിസ്റ്റർ ചെയ്ത ഗ്രന്ഥാലയങ്ങൾ തന്നെ കേരളത്തിൽ ഏതാണ്ട് 7000-ന് മുകളിലുണ്ട്. നമ്മുടെ വിദ്യാലയങ്ങളിലെയും കലാലയങ്ങളിലെയും ഗ്രന്ഥാലയങ്ങളും മറ്റ് സ്വകാര്യ ഗ്രന്ഥശേഖരങ്ങളുമൊക്കെ ചേർത്താൽ ചുരുങ്ങിയതൊരു 15,000 ഗ്രന്ഥാലയങ്ങളെങ്കിലും ഇന്ന് കേരളത്തിലുണ്ട്. കൊച്ചി എംഎൽഎ KJ മാക്സി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ സാംസ്കാരിക കേരളത്തിന് ഒരുപാട് അറിവുകൾ കൊടുത്ത് കടന്നുപോയ എന്തായി നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മുടെ നാടിന്റെ മാറ്റങ്ങൾക്ക് വളരെ പങ്കുവഹിച്ചിട്ടുള്ളത് വായനശാലകളാണെന്ന് നമുക്കറിയാം. കേരളത്തിന്റെ വലിയ മാറ്റങ്ങൾ, കേരളത്തിന്റെ സാംസ്കാരിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങൾ, അതുപോലെ തന്നെ നവോത്ഥാന കാലത്തിന്റെ ഭാഗമായി നമ്മുടെ നാടിനെ മാറ്റിക്കുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ മാറ്റങ്ങൾക്ക് പങ്കുവച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ വായനശാലകൾ തന്നെയാണ്. ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും കണ്ടുമുട്ടിയതും അവരുടെ സംഭാവനകളും വിവരിക്കുന്ന ഗുരുവും ഗാന്ധിയും സെമിനാറിൽ ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ പ്രഭാഷണം നടത്തി. തന്റെ പ്രസംഗത്തിൽ അതിന് തന്റേതായ നിലയിൽ വളരെ ആഴത്തിലുള്ള വ്യാഖ്യാനം സമർപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. ശ്രീനാരായണ ഗുരുവിനെയും മഹാത്മാഗാന്ധിയെയും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രീ സുനിൽ പി ഇളയിടം സൂചിപ്പിച്ചതുപോലെ തമ്മിൽ യോജിക്കാത്ത പല മേഖലകളും ഉണ്ട് എങ്കിലും ഇവരെ തമ്മിൽ കൂട്ടിയിണക്കുന്ന ചില സമാനതകളും നമുക്ക് കാണാൻ കഴിയും. ലൈബ്രറി പ്രസിഡന്റ് അഡ്വക്കേറ്റ് KN സതീശൻ, കൺവീനർ KP ശെൽവൻ, GCD അംഗം PA പീറ്റർ, പള്ളുരുത്തി ഏരിയ സെക്രട്ടറി KS രാധാകൃഷ്ണൻ, കൊച്ചിൻ കോർപ്പറേഷൻ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VA ശ്രീജിത്ത്, കൗൺസിലർ CR സുധീർ, മിഥുൻ പ്രകാശ് എന്നിവർ സംസാരിച്ചു. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ ഈ ലൈബ്രറി പ്രവർത്തിക്കുന്നത്. പള്ളുരുത്തിയുടെ ഐതിഹ്യവും ചരിത്രവും നമുക്കറിയാം. ചരിത്രത്തിൽ പല ഘട്ടങ്ങളിലായി ഇടപെട്ടിട്ടുള്ളതാണ് പള്ളുരുത്തി. സാമൂഹ്യ നവോത്ഥാന മുന്നേറ്റത്തിന്റെ അഗ്രഗാമിയായി നാം വിലയിരുത്തുന്ന ശ്രീനാരായണ ഗുരുവിന്റെ സന്ദർശനവും അദ്ദേഹത്തിന്റെ ഇടപെടലും, പിന്നീട് സഹോദരയ്യപ്പൻ, അതുപോലെ തന്നെ പള്ളിക്കറപ്പൻ, തുടർന്ന് അങ്ങനെയുള്ള നിരവധി സാമൂഹ്യ നവോത്ഥാന നായകരുടെ വലിയ ഇടപെടൽ കൊണ്ട് സമ്പന്നമായതാണ് പള്ളുരുത്തി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. We are certified swimming instructors from Interdive. This summer, Interdive is coming up with lots of swimming activities. Not only for just 10 days, but 20 days exclusive classes from every Monday to Saturday. class timings from morning 6 a.m. to 12 p.m., then afternoon 2 p.m. to 9 p.m. And after 20 days class, Interdive is providing you with free trial beach swimming with full safety and awareness.